ഒരു കാര്യമല്ല, പല കാര്യങ്ങളാണ് ഇ.പി. ജയരാജൻ അതിനെ ന്യായീകരണമായി ഉയർത്തിയത്. രാമനിലയത്തിൽ നന്ദകുമാറിന്റെ മുറിയിൽ വെച്ച് ശോഭാ സുരേന്ദ്രനും ഒപ്പം നന്ദകുമാറും ഇ.പി. ജയരാജനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. ഈ പ്രഭാരിയുമായുള്ള കൂടിക്കാഴ്ചയുടെ ആദ്യഘട്ടം അവിടെയായിരുന്നു. പിന്നീട് ഗൾഫിൽ വെച്ച് കണ്ടു, പിന്നീട് ലളിത് ഹോട്ടലിൽ ഡൽഹിയിൽ വെച്ച് കണ്ടു. ഈ കാര്യങ്ങളൊക്കെ ഇ.പി. നിഷേധിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം മാത്രമാണ് ഇ.പി. അംഗീകരിച്ചത്. അത് ഇ.പി. ഈ പ്രഭാരിയെ കണ്ടത്, ജാവദേക്കറിനെ കണ്ടത് ആക്കുളത്തുള്ള തൻ്റെ മകൻ്റെ ഫ്ലാറ്റിൽ വെച്ചാണ്. അത് മകൻ്റെ പിറന്നാളിന് വേണ്ടി ആ ദിവസം ആ പിറന്നാൾ ആശംസകളുമായി വന്നതാണ് പ്രഭാരി എന്ന ഒരു ന്യായീകരണമാണ് ഇ.പി. ജയരാജൻ നൽകിയത്. പക്ഷേ ന്യായീകരണം ഒന്നും പാർട്ടി മുഖവിലേക്ക് എടുത്തിട്ടില്ലെന്ന് മാത്രവുമല്ല, വോട്ടെടുപ്പ് ദിവസം ഇ.പി. ജയരാജൻ പാർട്ടിയെയും സ്ഥാനാർത്ഥികളെയും പ്രതിസന്ധിയിലാക്കുക കൂടി ചെയ്തു. മാത്രമല്ല 5 ഇടങ്ങളിലെ സ്ഥാനാർത്ഥികൾ കേമന്മാരാണെന്നുള്ള പ്രസ്താവനയും ദോഷം ചെയ്തു. ഈ വിലയിരുത്തലുകളെല്ലാം സ്വാഭാവികമായി പാർട്ടിക്കുണ്ടാകുമല്ലോ. ഇനി അറിയേണ്ടത്, ഇ.പി. ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് വരാൻ കഴിഞ്ഞില്ല, അദ്ദേഹത്തിന് മന്ത്രിസഭയിലേക്ക് തിരികെ വരാൻ കഴിഞ്ഞില്ല, അദ്ദേഹത്തിന് ഇപ്പോൾ ലഭ്യമായിരുന്ന LDF കൺവീനർ സ്ഥാനവും നഷ്ടമാവുന്നു. പാർട്ടിയിൽ അദ്ദേഹത്തിൻ്റെ പടിയിറക്കം എന്നാണോ നമ്മളതിനെ വ്യാഖ്യാനിക്കേണ്ടത്? അങ്ങനെ വന്നാൽ പ്രഭാരിയുമായി കൂടിക്കാഴ്ച നടത്തിയത്, നന്ദകുമാർ പറഞ്ഞ കാര്യങ്ങൾ, ശോഭാ സുരേന്ദ്രനുമായി പറഞ്ഞ കാര്യങ്ങൾ, BJP-യിലേക്കുള്ള ഒരു സാധ്യത എന്ന മട്ടിൽ ഇപ്പോഴും മുൻപിലുണ്ടോ ഇ.പി.ക്ക്? ഒരു കാര്യം കൂടി ചേർത്ത് വെക്കണം. രാജീവ് ചന്ദ്രശേഖറുമായി ഇ.പി. ജയരാജനുള്ള ബന്ധവും ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ നിരാമയ റിസോർട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ആ ഘട്ടത്തിൽ ചർച്ചയായിരുന്നു. അപ്പോൾ BJP ബന്ധത്തിൽ കൂടുതൽ കാര്യങ്ങൾ, നേരത്തെ അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ശോഭാ സുരേന്ദ്രനുമായുള്ള കൂടിക്കാഴ്ച, ലളിത് ഹോട്ടലിൽ ഉണ്ടായിട്ടുള്ള കൂടിക്കാഴ്ച, രാമനിലയത്തിൽ വെച്ചുണ്ടായ കൂടിക്കാഴ്ച, നന്ദകുമാറുമായി നടത്തിയ കൂടിക്കാഴ്ച, പ്രകാശ് ജാവദേക്കർ മകൻ്റെ വീട്ടിൽ വിരുന്നുകാരനായി എത്തിയപ്പോൾ ഉണ്ടായ കൂടിക്കാഴ്ച, ഇതോടൊപ്പം തന്നെ BJP-യുടെ മുതിർന്ന നേതാവും തിരുവനന്തപുരത്തും സ്ഥാനാർത്ഥിയുമായിരുന്ന രാജീവ് ചന്ദ്രശേഖറുമായി ഇ.പി. ജയരാജനുള്ള ബന്ധവും, രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ BJP-യുടെ പ്രമുഖരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഇ.പി. ജയരാജന്റെ പ്രസ്താവനയും ഒക്കെ ആ ഘട്ടത്തിൽ വലിയ വിവാദമായിരുന്നു. സ്വാഭാവികമായിട്ടും BJP ഇ.പി. ജയരാജന് ഒരു പരവതാനി വിരിച്ചിട്ടുണ്ട്. അതിലേക്ക് കയറി വരാൻ ഇനി ഇ.പി. തയ്യാറാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഒരു ഘട്ടത്തിൽ പാർട്ടിയുമായി ഏറെ ഇടഞ്ഞ് പിണറായി വിജയന് മുഖം കൊടുക്കാതെ നടന്നിരുന്ന ഇ.പി. ജയരാജനെ പിണറായി വിജയൻ വിളിച്ചു വരുത്തി സംസാരിച്ച ശേഷമാണ് പാർട്ടിയുമായി ഇ.പി. ജയരാജൻ അടുത്തത്. അങ്ങനെ ഇ.പിയെ പൊടുന്നനെ വിളിച്ചു വരുത്താനും ഇ.പിയെ കാണാനും ഇ.പിയെ അനുനയിപ്പിക്കാനും ഒക്കെ പിണറായി വിജയൻ നടത്തിയ ശ്രമം ഒരു പക്ഷേ ഇത്തരത്തിൽ BJP-യുമായി നടത്തിയ കൂടിക്കാഴ്ചകളെക്കുറിച്ചുള്ള വിവരം ലഭിച്ചതിനെ തുടർന്നാവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം ഇ.പി. ജയരാജൻ പിണങ്ങി നടക്കുന്നു, ഇ.പി. ജയരാജൻ കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുക്കുന്നില്ല എന്ന വാർത്തകൾ നിരന്തരം വന്ന ഘട്ടത്തിലൊന്നും പാർട്ടിയോ പാർട്ടി സെക്രട്ടറിയോ അതിനോട് അനുകൂലമായി പ്രതികരിച്ചിരുന്നില്ല. പക്ഷേ ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് പിണറായി വിജയനെ ഇ.പി. ജയരാജനെ വിളിച്ച് അനുനയിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു അനുനയ നീക്കം പിണറായി വിജയന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാനുള്ള കാരണം തന്നെ ഒരുപക്ഷെ ഈ BJP വലവിരിച്ചതിനെ കുറിച്ചും BJP-യുടെ വലയിലേക്ക് ഇ.പി. ജയരാജൻ തെരഞ്ഞെടുപ്പിന് മുന്നേ പെട്ടാൽ അത് പാർട്ടിക്കുണ്ടാക്കാവുന്ന ഡാമേജും ഒക്കെ വലിയ തോതിൽ അറിഞ്ഞതുകൊണ്ട് തന്നെയാവണം. അതുകൊണ്ടാണ് ഇ.പി. ജയരാജൻ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഈ പാർട്ടി ഇ.പിയെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ആ അനുനയ നീക്കത്തിന് ശേഷം പാർട്ടിയോട് അടുത്ത ഇ.പി. ജയരാജൻ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ചില വെളിപ്പെടുത്തലുകളും ഒക്കെ ഉണ്ടാവുന്നത്. ആ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിലാണ് ഈ വിവാദം വലിയ തോതിൽ ഉയർന്നു വരികയും BJP ബന്ധത്തെക്കുറിച്ചും ഇ.പി. ജയരാജൻ BJP-യിലേക്കോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ രാഷ്ട്രീയമായി ഉയർന്നു വന്നത്. പക്ഷേ അതിനെല്ലാം പാർട്ടി തള്ളി, ഇ.പിയും ആ ഘട്ടത്തിൽ തള്ളിയിരുന്നു. മാത്രവുമല്ല ഇ.പി. ജയരാജനെ ഒന്ന് വിമർശിച്ചു എന്നല്ലാതെ ഇ.പി. ജയരാജൻ BJP-യിലേക്ക് പോകുമെന്നതിനെക്കുറിച്ചോ രാഷ്ട്രീയമായി കൂടിക്കാഴ്ച നടത്തിയതിനെക്കുറിച്ചോ മുഖ്യമന്ത്രി അത് മുഖവിലേക്ക് എടുത്തിരുന്നില്ല. അതൊരു സാധാരണ കൂടിക്കാഴ്ചയാണ്. ഞാനും പല യോഗങ്ങളിലും വെച്ച് ഈ പ്രകാശ് ജാവദേക്കറുമായി സംസാരിച്ചിട്ടുണ്ട്, ചില സംഭാഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എന്ന മട്ടിലായിരുന്നു പിണറായി വിജയൻ്റെ അന്നത്തെ മറുപടി. ഏതായാലും അങ്ങനെ ഒരു ഗൗരവമില്ലാത്ത തരത്തിൽ ക്ഷമിക്കണം, അത്ര നിസാരമായിട്ട് എല്ലാ കാര്യങ്ങളെ CPM കണ്ടത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഇ.പിക്കെതിരെ വരുന്ന നടപടി. ഇ.പി രാജിവെക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പാർട്ടി അതിനെ ഗൗരവമായി തന്നെ കണ്ടു. അന്ന് ചിരിച്ചു തള്ളിയതുപോലെ അല്ല കാര്യങ്ങൾ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇ.പിക്ക് മുന്നിൽ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞെങ്കിൽ കൂടി ഇ.പിയെ പോലെ മുതിർന്നൊരു നേതാവിനെ BJP-യിലേക്ക് കിട്ടുക എന്നുള്ളത് BJP വലിയ കാര്യമായിട്ട് തന്നെ എടുക്കും. BJP ഇ.പിയെ സ്വീകരിക്കാൻ ഇപ്പോഴും തയ്യാറായിരിക്കും. പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് കേന്ദ്രങ്ങളിൽ, CPM കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ BJP-ക്ക് വോട്ട് കിട്ടിയ സാഹചര്യത്തിൽ BJP-യുടെ ഒരു വോട്ട് ബാങ്ക് തന്നെയാണ് ഈ CPM-നകത്തുള്ളത് എന്നുള്ളത് BJP മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ CPM-ൻ്റെ ഒരു മുതിർന്ന നേതാവ് BJP-യിലേക്ക് വരുന്നതിനെ അവരിപ്പോഴും സ്വാഗതം ചെയ്യാനാണ് സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
ഉമേഷും ടി വി പ്രസാദും നമുക്കൊപ്പം കൊണ്ട്. ടി വി പ്രസാദ്, ഉമേഷ്, നമുക്കറിയാവുന്നതുപോലെ അത്ര ചെറുതല്ല ഇ പി ജയരാജൻ്റെ പാർട്ടിയിലെ സാന്നിധ്യവും പാർട്ടിയിലെ അദ്ദേഹത്തിൻ്റെ ജീവിതവും. ഇ പി ജയരാജൻ അടിമുടി പാർട്ടിയാണ് എന്ന് തന്നെ പറയാം. പാർട്ടിയെ പല സാഹചര്യങ്ങളിലൊക്കെ വെട്ടിലാക്കിയിട്ടുണ്ടെങ്കിലും പാർട്ടിയുടെ വിശ്വസ്തനായി തന്നെ തുടരുന്നത്, പിണറായിയുടെ വിഭാഗീയതയുടെ കാലത്ത് പിണറായിയുടെ വിശ്വസ്തനായി തുടർന്നത്, ആദ്യത്തെ അഖിലേന്ത്യാ പ്രസിഡന്റായി 1987 ഇ പി ജയരാജൻ വരുന്നത് മുതൽ അതിനു മുൻപ് എം വി രാഘവൻ ബദൽ രേഖ അവതരിപ്പിക്കുന്ന 1985 എറണാകുളം ജില്ലാ സമ്മേളനം മുതൽ ഇങ്ങോട്ട് ഇ പി ജയരാജൻ എത്ര കരുത്തനായി മാറുന്നുവെന്ന് നമ്മൾ കണ്ടു. ടി വി പ്രസാദ്, ചരിത്രം ഓർമ്മിക്കുകയാണെങ്കിൽ അന്ന് സാക്ഷാൽ എം വി രാഘവൻ ആദ്യം CMPയിൽ നിന്ന് അഴീക്കോട് നിന്ന് മത്സരിക്കുമ്പോൾ അന്ന് എതിരിടാൻ വേണ്ടി CPM നിയോഗിച്ചത് ഇതേ ജയരാജനെയാണ് പാർട്ടി വിഭാഗീയത കണ്ടെത്താൻ വേണ്ടി നിയോഗിച്ച കമ്മിറ്റിയിലും പ്രമുഖ സ്ഥാനം നൽകുന്നതും അതിനുശേഷം പാർട്ടി സെക്രട്ടറി ആയിട്ട് കൊണ്ടുവരുന്നതും ഇതേ ജയരാജനെയാണ് പിന്നീട് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ഉയർത്തുന്നതും മന്ത്രിസഭയിൽ രണ്ടാമനാക്കി കൊണ്ടുവരുന്നതും ഇതേ ഇ പി ജയരാജനെ തന്നെയാണ് പാർട്ടി എല്ലാ ഘട്ടങ്ങളിലും വിശ്വസിച്ച് പാർട്ടി ജില്ലാ സെക്രട്ടറി ആക്കിയിരിക്കുന്നത്. കണ്ണൂർ ജില്ലാ പാർട്ടി സെക്രട്ടറിയായി പാർട്ടി RSSകാർക്കെതിരെയുള്ള പ്രതിരോധ കോട്ട കെട്ടാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിരുന്നതും ഇതേ ഇ പി ജയരാജനെയാണ്. പക്ഷേ അപ്പോഴെല്ലാം പല ഘട്ടങ്ങളിലും ഇ പി ജയരാജൻ പാർട്ടിയെ തൻ്റെ നാക്കുകൾ കൊണ്ട് പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മളുടെ ദേശാഭിമാനിയുടെ ജനറൽ മാനേജറായിരിക്കുന്ന സമയത്ത് സാന്റിയാഗോ മാർട്ടിനുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ അത് ബോണ്ടാണെന്ന് പറഞ്ഞ് പ്രതിരോധം പാളിയത്, അത് ഒരു ഘട്ടം. ആദ്യഘട്ടത്തിൽ അദ്ദേഹം എടുത്ത നിലപാടുകൾ, VS-നെതിരെ എടുത്ത നിലപാടുകൾ പിന്നീട് തലക്കെട്ടായി മാറിയത്, അദ്ദേഹത്തിൻ്റെ ബന്ധു നിയമനമടക്കമുള്ള വിവാദങ്ങൾ, രാജീവ് ചന്ദ്രശേഖരൻ്റെ നിരാമയ റിസോർട്ടുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരിൽ ഉയർന്ന ആരോപണങ്ങൾ, അദ്ദേഹം അത് നിഷേധിക്കാൻ പോകുന്നത്, ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് സംഭവിച്ച നാക്കുപിഴ, ഒടുവിൽ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ സംഭവിച്ച നാക്കുപിഴ, ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തെ വെട്ടിലാക്കിയത് പ്രഭാരി ജാവദേക്കറുമായി ആക്കുളത്തെ വീട്ടിൽ നടത്തിയ കൂടിക്കാഴ്ച, ആ വിവരം ഒരു വർഷത്തിനു ശേഷം തെരഞ്ഞെടുപ്പ് ദിനത്തിൽ അറിയിച്ചത്, അത് ഘടകകക്ഷികളിൽ അപ്രീതി ഉണ്ടാക്കിയത്, അതായത് CPM-ന് പോലും സംരക്ഷിച്ചു പിടിച്ചു നിർത്താൻ കഴിയാത്ത വിധത്തിൽ ദുർബലമായി പോവുകയായിരുന്നു ഇ പി ജയരാജൻ്റെ നിലപാട്. അരുൺ, പിണറായി വിജയന് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ഇ പി ജയരാജൻ തന്നെയായിരുന്നു. കാരണം അരുൺ ഇപ്പോൾ പറഞ്ഞത് മാത്രമല്ല, പാർട്ടി രണ്ടായി നിൽക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു, VS പക്ഷവും പിണറായി പക്ഷവും എന്ന് പറഞ്ഞ്. ആദ്യഘട്ടത്തിൽ VS പക്ഷത്തിൻ്റെ കൂടെ നേതാക്കളുടെ ഒരു വലിയ വിഭാഗം ചേർന്ന് നിൽക്കുന്ന സമയത്ത് പിണറായി വിജയൻ പിണറായി പക്ഷത്തെ ഒരുക്കി നിർത്താൻ, അതല്ലെങ്കിൽ വലിയ ശാക്തിക ചേരിയായി മാറ്റുന്ന വേണ്ടി നിയോഗിച്ചതിൽ ഏറ്റവും കരുത്തനായ ആൾ അത് ഇ പി ജയരാജനായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ പതിയെ VS അച്യുതാനന്ദനിൽ നിന്ന് നേതാക്കളെ ഓരോ ആളുകളെയായി അടർത്തിയെടുത്ത് എല്ലാ ജില്ലാ കമ്മിറ്റികളും പിടിച്ചെടുക്കുന്നതിൻ്റെ പിറകിൽ ഇ പി ജയരാജൻ്റെ പങ്ക് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പിണറായി വിജയൻ പാർട്ടിയിൽ ഇത്രയേറെ ശക്തനായതിൻ്റെ പിന്നിൽ ഇ പി ജയരാജൻ്റെ കൈകളുണ്ട് എന്ന കാര്യം ആര് മറന്നാലും അത് പിണറായി വിജയന് മറക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് അരുൺ നേരത്തെ വിശദീകരിച്ച ഓരോ വിവാദങ്ങളിലേക്ക് ഇ പി ജയരാജൻ ചെന്നപ്പെടുമ്പോഴും ഇ പി ജയരാജൻ ഒരു കൈ കൊടുത്ത് കയറ്റിക്കൊണ്ടുവരാൻ പിണറായി വിജയൻ ഉണ്ടായിരുന്നു. ആദ്യഘട്ടങ്ങളിലെ പോലെ പിന്നീട് ഏറ്റവും അവസാനത്തേക്ക് വരുമ്പോൾ വിവാദങ്ങൾ മാത്രമായി ജയരാജൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്ന ഘട്ടത്തിലാണ് ഏറ്റവും ഒടുവിൽ പാർട്ടി പോലും കൈവിടുന്ന സ്ഥിതി ഉണ്ടായത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വിവാദമായി നിന്ന ഒരാളും ഇ പി ജയരാജൻ തന്നെയാണ്. ഇ പി ജയരാജൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ എന്ന നിലയിലുള്ള പ്രസ്താവനകളല്ല കേരള രാഷ്ട്രീയം അന്ന് ചർച്ച ചെയ്തത്. പ്രധാനപ്പെട്ട 2 കാര്യങ്ങളിലൂടെയായിരുന്നു ഇ പി ജയരാജൻ അന്ന് വിവാദ നായകനായത്. അതൊന്ന്, തെരഞ്ഞെടുപ്പിന്റെ തുടക്കം